നമ്മളെ മേമ പഴനിക്ക് പോയിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടാ വന്നത്. നിങ്ങൾ വിചാരിക്കും 10 ദിവസം എന്താക്കുന്നു പഴനീന്ന് നമുക്ക് ചോദിക്കും. ഇതാ മേമനോട് ചോദിച്ചാൽ ഈ 10 ദിവസമായിട്ട് എന്താക്കിയെന്ന് ഒരു ഉണ്ണിയപ്പൊക്കെ ചുട്ടിട്ടാണ് മേമ പോകുന്നത്. അപ്പൊ മേമ കൊണ്ടുവന്ന പഴനി പ്രസാദം കേട്ടോ. 10 ദിവസം കഴിഞ്ഞിട്ട് 10 ദിവസം വരെ എന്താക്കിയെന്ന് വെച്ചാ പഴനിയിലേ അനിയത്തിന്റെ കൂടെ ഭജന ഇരുന്നു. അതാ ഉണ്ട് പ്രസാദം കൊണ്ട് പോവാ മേമ ഏട്ടന്റെ മോക്ക്. ഇത് വലിയേട്ടൻ്റെ അടുത്തേക്ക്, ഇത് ഞമ്മക്ക് നമ്മളെ ബോട്ടിൽ പൊട്ടിച്ചില്ല. നമ്മളെ സ്വർണ്ണയിച്ച് നമുക്ക് തേങ്ങയൊക്കെ ചെറിയത് നമ്മള് ചീരി അരിഞ്ഞു കേട്ടോ. നമ്മളെ നാട്ടിൽ എന്തിനാ ചെയ്യുന്ന ചയാമൻസ്. ആ ചീര അരിഞ്ഞ് തിളപ്പിക്കാൻ വെച്ചുകൊണ്ട് നമ്മൾ പരിപ്പ് വെള്ളത്തിലിടാൻ പോകുന്നത്. നമ്മളെ നാട്ടിൽ വീടിന് കൊണ്ടുവന്ന് അരച്ചാൽ എന്താ വെച്ചാൽ കുപ്പി നിറച്ച് കൊണ്ടുവരാൻ കുപ്പിയിൽ ഇത് ഓരോ കുപ്പിയിലാക്കിയിട്ട് ബാക്കിയാണ്. ഓരോ കുപ്പിയിൽ കൊള്ളാത്തനെ കൊണ്ട് ഇവിടെ എല്ലാട്ടും കൂടെ തെരിക്കുന്നുണ്ട്. നമ്മളെ മാം എന്ന സുന്ദരിയായിട്ടാണ്. ഡെക്സ ബേബി നോക്കണോക്ക് 10 ദിവസം കഴിഞ്ഞിട്ട് ശബരിമലയ്ക്ക് പോയി വന്ന അല്ല പഴനിമലയ്ക്ക് പോയി വന്നതാ. ശബരിമലയ്ക്ക് പോവുകയോ അയ്യോ എന്നോട് സാമയെ ചോദിക്കണേ മേമങ്ങൾക്ക് അങ്ങനെ പറയില്ല മോളെ പിന്നെ ശബരിമലയ്ക്ക് പഴനിമല അങ്ങോട്ട് എന്തിലെ ക്രെയിനിൽ കയറിയില്ല വെച്ചാൽ അങ്ങോട്ട് ക്രെയിനിൽ കയറി ഇങ്ങോട്ട് നടന്നു പോകുന്നു സ്റ്റെപ്പ് ഇറങ്ങി മേമ ആദ്യമായിട്ട് പഴനി പോയതാ. എന്നിട്ടാ സ്വാമിനെ കണ്ടില്ലേ? സ്വാമിനെ കണ്ട് പ്രസാദം കഴിച്ചു. പ്രസാദൊക്കെ മേമയ്ക്ക് ഇലയിൽ കിട്ടിയല്ലോ, പഞ്ചാമൃതം. ഞങ്ങൾ ഇത്രയും കാലം പോയിട്ട് ഞങ്ങൾ കിട്ടി. ഓക്കെ, ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളെ വീട്ടിൽ കൈതച്ചൊക്കെ ഉണ്ടായി നമ്മൾ അടക്കല്ലേ. ഇതൊക്കെ ഉണ്ടോ? ഇത് ഇനി ഇതിലാക്കി വെക്കണം അല്ലേ ചേച്ചിയാ, കടലാസിൽ. ഇത് ഇന്നലെ വെട്ടിയപ്പോ ഞാൻ ആ വെള്ളത്തിൽ കൊണ്ടുവച്ച. അപ്പൊ നമ്മളെ നാട്ടും പറഞ്ഞ് ഇങ്ങനെ ഒറ്റ കുഴപ്പമില്ലല്ലോ. ഇവിടെ നിന്നോ നമ്മളെ സ്വർണ്ണേച്ചി പഴനിമലയ്ക്ക് പോയി വന്നിതാ 10 ദിവസമായി. ഇന്നേക്ക് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഓരോ സ്റ്റെപ്പ് ഓരോ എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് അറിയില്ലല്ലേ. പോലെ സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ മാം ആദ്യമായിട്ട് പഴനിമല കണ്ടിട്ട് വന്നതാണ്. അപ്പൊ എന്താ പറയാനുള്ള വെച്ചാല് അനിയത്തിന്റെ വീട്ടിലാണ് എന്നാണ് ലാൻഡ് ചെയ്തത്. വർക്ക് ഇല്ലാത്തതിനെ കൊണ്ടാണ്, അതുകൊണ്ടാണ്. ഒറ്റത്തരിയല്ലേ ഇവിടെ കാര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നും ടൂറിന് പോവേന് പൈസ ഉണ്ടാക്കും. ഞാൻ പണി ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയി അങ്ങനെയൊന്നും ഓൾ പോയി നിൽക്കലൊന്നും കേട്ടോ. അതന്നെ ഇപ്പൊ ഓരോ ഇങ്ങനെ പോവാതെ കൊണ്ട് അവിടെ നിന്നിട്ട് പിന്നെ മക്കള് വിടായിട്ടാണ് അല്ലേ. ഇന്നെ ഇത്തിരി പേടിയോണ്ട് ഇന്ന് പോന്ന 10 ദിവസം അപ്പൊ 10 ദിവസമായപ്പോ ഇവിടെ അമ്മായി 8 ദിവസമായി ഓള് പോയിട്ട്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഓളോ എങ്ങോട്ടെങ്കിലും പോയത് ഓളെ അനിയത്തിന്റെ വീട്ടിലല്ല, ഓളെ എവിടെയും പോയി അങ്ങനെ നിൽക്കില്ല. അപ്പൊ പിന്നെ നിൽക്കണം നിക്കട്ടെ. പിന്നെ ഞാൻ വിളിച്ചില്ല അങ്ങോട്ടേക്ക് പോയി എത്തി തലേന്ന്. അപ്പൊ എന്നോട് പറഞ്ഞ് ബേബിയെ രാവിലെ വരണ വെച്ചിനി ഞാൻ ഉറങ്ങിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞു ആ സാറിലേച്ചി വർക്കൊന്നും ഇല്ലല്ലോ, ഇപ്പൊ ഓടിപ്പാഞ്ഞ് വരുമൊന്നും വേണ്ടല്ലോ, 2 ദിവസം അങ്ങോട്ടേ. അപ്പൊ അത് പറഞ്ഞ കാരണം 10 ദിവസം അതാണ്, ഒന്നും പറയാൻ പറ്റില്ല അതിന്. അപ്പൊ നമ്മൾ ഇന്ന് പരിപ്പും ചേനയും വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇമ്പളെ ചീരന്റെ പേര് അറിയിച്ച ചയാമൻസ് ചീര. ഇത് കണ്ടോ ഒരു ഉണ്ടയാക്കി വെച്ചേക്കണ്. ഈ ഉണ്ടയാണ് നമ്മൾ ഇന്ന് ഉപ്പേരി ഉണ്ടാക്കുന്നത്. നമ്മള് വേവിച്ച് വെള്ളം അങ്ങനെ പിഴിഞ്ഞെടുത്തതാണ് ഞാൻ. അതാണ് ഈ ഉണ്ട. ഇനി നമ്മളിത് വിതറിക്കും. അപ്പൊ നമ്മളെ ചീരന്റെ ഉണ്ടൊക്കെ നമ്മളിങ്ങനെ താറ്റി വെച്ചില്ലേ, എന്താ പറയാ നമ്മള് ചേരി താറ്റി. പണ്ടൊക്കെ ചേരിയൊക്കെ ഉണ്ടല്ലോ നമ്മളെ ചിക്കി പറിച്ച് വെച്ച്. അതൊക്കെ പെരയിലൊക്കെ ചേരി വിൽക്കൂലേ ചേച്ചിയാ. അങ്ങനെ നമ്മൾ ഒരു സവാള വടേ ഒരു സവാള നമ്മളില്ലേ സ്റ്റാൻഡ് ഞാൻ പറഞ്ഞില്ലേ പൊട്ടിയതാണെന്ന്. അപ്പൊ ജനാലിന്റെ മുകളിൽ ഫിറ്റ് ചെയ്താട്ടോ. അങ്ങനെ നമ്മള് പച്ചമുളക് ഇങ്ങനെയാണ് ഞാൻ മുറിക്കുക. എന്റെ സ്വർണ്ണേച്ചിക്ക് പച്ചമുളക് ചീന്താണോ, എനിക്ക് ഞാൻ കളത്തരം ചെയ്യാന്നൊക്കെ പറയാം. അത് ശരി തന്നെയാണ്. പിടിക്കുള്ളൂ. നമ്മള് തേങ്ങ ഇനി നമ്മള് കറിവേപ്പിലപ്പെടണ്ട. വെന്ത് വരുമ്പോ നമ്മള് കറിവേപ്പില ഇട്ടുങ്ങാണ്ട് അടച്ച് മുടിച്ച കറിവേപ്പിലിന്റെ ചൊയ്ക്ക് ഉണ്ടാവും, അറിയാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പ്. എന്റെ ചെറിയ നാത്തും ചോറും കറിയൊക്കെ കൊടുത്തു വെച്ച്
എന്താ പറയാ നമ്മള് ഉച്ച എഴുതിയിട്ടേ വരുള്ളൂ. ഇച്ചി ചോറ് രാത്രിത്തേക്ക് വരെയുള്ള വെച്ച് വെച്ചിക്കണല്ലോ. അപ്പൊ പാത്രത്തിലാക്കി വെച്ച് ഇപ്പൊ ഫോൺ ചെയ്തിട്ട് ഞാൻ എന്താ ചോറും കറിയും കൊടുത്തയച്ചേ, എന്നാൾക്ക് കറി ഇത്തിരി ആശി കൊടുത്തയച്ചിടേ, എന്നിട്ട് എനിക്ക് കറിയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറയാ പെട്ടെന്ന് ഓടി പാഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മള് കുറച്ച് തമാശക്ക് പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് എന്റെ വിഷയം. ഇങ്ങനെയൊക്കെയാണ് കടലുണ്ടായി. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞോട് പറഞ്ഞിട്ട് അന്തിക്കാർ ഇതുവരെ എത്തിയില്ല. ഇവിടെ ഹിന്ദിക്കാരാണ് കട്ടൊക്കെ ചെയ്യാം. മാമയ്ക്ക് അവിടെ മാനേജറുമായി ഇരുന്നാ മതി. അയ്യോ മാമയ്ക്ക് എന്താ പണിന്ന് അറിയാം, ഒരു ഭാരമില്ലാത്ത പണി. സ്റ്റിച്ചിങ് ആണ്, ഇവിടെ ടൈലറാണല്ലേ ചെയ്യാ. അവിടെ ഷർട്ടൊക്കെ അടിച്ച് വിടും. മാമ കാണാനും നല്ല കാര്യം. മാമയ്ക്ക് ഷർട്ടൊക്കെ അടിക്കാനൊക്കെ അറിയട്ടോ, എല്ലാം അറിയാം. ബ്ലൗസൊക്കെ അടിച്ചിനെയാണ്. ഞാൻ വരുന്നതിന്റെ മുന്നേ ബ്ലൗസൊക്കെ അടിച്ച ആൾക്കാർക്ക് കൊടുത്തിങ്ങ. ഞാൻ വന്നോട് കൂടി ആ അടിയൊക്കെ നിർത്തി. പിന്നെ നിന്റെ പരിധിയിലായി. ഞാൻ ഓരോതൊക്കെ അടിക്കും. ഇപ്പൊ ഓരോന്നെ അടിക്കും, ചിലപ്പോ അടിക്കും. പിന്നെ ഞാനിപ്പോ അടിക്കാൻ മടിയാനെ കൊണ്ട് അടിയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഇപ്പൊ രണ്ടാമത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് അടിച്ചെടുത്തിട്ട് എന്തൊക്കെ കംപ്ലൈന്റ് ആണ് പുറത്തെടുത്ത്. പപ്പടം ഉണ്ട്. അപ്പൊ നമുക്ക് പപ്പടം പൊരിക്കാട്ടാ. പോയിട്ട് പപ്പടം അയ്യോ എന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖല്ലേ, ഹാപ്പി അല്ലേ, അതൊക്കെ ചോദിക്കാൻ വന്നു. നമ്മ മാമള്ളതിനെ കൊണ്ട് നമ്മളതൊക്കെ മറന്ന് ഒറ്റക്കാകുമ്പോ ഞാൻ ഒക്കെ ചോദിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാല്ലേ. എന്തായാലും ഞാൻ മുറിച്ച് കച്ചൊളിച്ചത് അത്ര നമ്മളെ കുഞ്ഞേട്ടൻ എന്റെ കണ്ണ് തെളിഞ്ഞോട്ടേച്ച് വലിയ പപ്പട കൊണ്ടുവരാ. അരക്കില്ല ചേച്ചി കൊണ്ടുവരാ. അരക്കില്ല വെച്ചാൽ കൊണ്ടുവന്നാൽ എത്ര സ്പൂൺ കൊണ്ട് തീർക്കി വെച്ചാൽ ഞാൻ അരക്കിലോ കൊണ്ടുവന്നാൽ നമുക്ക് 2 സ്പൂൺ ഉണ്ടാവും. അരക്കിലോ പപ്പടത്തിന് ഉണ്ടാവും. അരക്കാറ് ഞങ്ങൾ കുറച്ചായി കാച്ചണോ. തൂക്കുപപ്പടാണല്ലോ നല്ലത്. ഇത് മതി, അത് മതി. ഇത് കഴിയോ അതൊക്കെ കൊടുക്കും. പപ്പടം നമ്മളവിടെയാണ്. ഇതിനകത്തന്നെ ഈ ബാക്കി ഈ എത്ര ആദ്യം ഇട്ടിരുന്ന വെറുതെ കണ്ടമാനം കഴിച്ചേക്കണം. ആദ്യം 3-4 എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ മണ്ണലൊക്കെ കയ്യാറായി. നെറ്റിയൊക്കെ കേറി വരികയാണ്. വെളിച്ചെണ്ണ ചൂടായില്ലേ മതി. മാമിനെ കൊണ്ട് ഒരു പാട്ട് എടുപ്പിക്കട്ടോ. പൊന്മുടിപ്പുഴയുടെ അനുചെത്തി നമുക്കൊരേ ദാഹം, നമുക്കൊരേ നമുക്കൊരേ പ്രായം. ഞാൻ എപ്പോഴും പാടുന്ന പാട്ടപ്പെടും. ചേച്ചിയാ ഒന്നുകൊണ്ട് വന്നിട്ട് ഒരു പാട്ട് പാടി. എന്താ ചേച്ചിയാ നീ എനിക്ക് അറിയുന്ന പാട്ട്, ആ മണീന്റെ പാട്ട് അടിയാക്കി. ഓടണ്ട അപ്പൊ ശ്രീനിവാസേട്ടൻ പാടുന്ന പാട്ട്. വാ പാട് ഓടണ്ടേട്ടൻ നടമ്പാട്ടം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ണിയേട്ടനും അതെ. പാടേച്ചി. ഓടണ്ട ഓടണ്ട ഓടി തളരണ്ട ഓമന പൂമുഖം വാടിടണ്ട ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ൊരുമ നൽകാം. ഓടണ്ട ഓടണ്ട ഓടി തളരണ്ട ഓമന പൂമുഖം വാടിടേണ്ട ആരാണ് അപ്പോഴേക്ക് ഈ അമ്മായി? ഓയ്യോ. ഹലോ ഗൈസ്, നമ്മൾ പപ്പട ഡബറയിലാക്കിയിട്ട് ബാക്കി ഭാഗം പാടുന്നത് പിന്നതല്ലേ പാടല്. കറക്റ്റ്. റോഡാണ് റോഡിനരികാണ് വീടിനടയാളം സീമക്കൊന്ന പച്ചരിച്ചോറുണ്ട് പച്ചമീൻ ചാറുണ്ട് ഉച്ചക്ക് ഉണ്ണാനായി വന്നോളൂ കേട്ടോ. ഓടണ്ട ഓടണ്ട ഓടി തളരണ്ട ഓമന പൂമുഖം വാടിടേണ്ട ചെരിച്ചോറുണ്ട് പച്ചമീൻ ചാറുണ്ട് ഉച്ചക്ക് ഉണ്ണാനായി വന്നോളൂ കേട്ടോ. കുഞ്ചവരമ്പത്ത് പാമ്പിന്റെ പൊത്തുണ്ട് സൂക്ഷിച്ച് വന്നോളൂ പൊന്നിച്ചേട്ടാ. ഒരു കുപ്പി മണ്ണെണ്ണ കത്തിത്തീരും വരെ പണ്ടര തള്ള കുറക്കമില്ല. ഓടി തളരണ്ട ഓമന പൂമുഖം വാടിടേണ്ട. കേട്ടോ. ഇനിയുണ്ട് നമ്മളെ വീഡിയോ. ഹലോ ഗൈസ്, അപ്പൊ നമ്മളെ കറി ഒന്ന് വയ്ക്കുമ്പോ എന്റെ മേലേക്ക് മറയോ പഠിച്ചോനെ.
നമ്മളെ ചേനയും പരിപ്പും കറി. അയ്യോ, നമ്മളെ വീഡിയോ ഇവിടെ നിന്ന് എടുക്കണ്ട വെച്ചിട്ട്. അപ്പൊ നമുക്ക് ഇനി ചേനയും പരിപ്പും കറി. ഉരുളക്കിഴങ്ങ് ഇന്ന് പൊരിക്കണോ? ഉരുളക്കിഴങ്ങ് എനിക്ക് ഇഷ്ടമെങ്കിൽ മതി. നമുക്ക് ഉപ്പേരിയില്ലേ, നമുക്ക് ഉപ്പേരിയുണ്ട്, മാങ്ങ അച്ചാറുണ്ട്. മാങ്ങ അച്ചാർ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ നാത്ത് അച്ചാറിട്ടിട്ട് കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പൊ മാങ്ങേന്റെ അച്ചാറുണ്ട്. ഉപ്പേരി ഇമ്പളെ വീട്ടിലെ ഉപ്പേരി. സുന്ദരിയേവാ വെണ്ണിലവേവാ ജീവതാളമേ പ്രണയിനി ഓ അന്നൊരിക്കൽ എന്റെ മേമന്റെ പാട്ടന്നെ കുറെ കഴിഞ്ഞ് നമുക്ക് പാടാനില്ല. മേമന്റെ അച്ഛൻ അങ്ങനെ നമ്മൾ ഉപ്പേരി വെച്ചിട്ട് പപ്പടം പൊരിച്ച് വെച്ച് കറി വറവിട്ട് ഉപ്പേരി വെച്ച് എന്റെ കുട്ടികൾക്കൊക്കെ സുഖാണോ, ഹാപ്പിയാണോ, സന്തോഷാണോ? എന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്റെ ഹൃദയം നിറഞ്ഞാൽ ഇങ്ങനെ നോക്കിയത് എന്റെ ചെടിയിലേക്ക് നോക്കിയത് കേട്ടോ. ഇതൊന്ന് നമ്മളെടുത്ത് എന്ത് ആത്തച്ചക്ക മാറ്റി. ഏറ്റവും ഇഷ്ടപ്പെട്ട ചക്കപ്പഴത്തില് ആത്തച്ചക്ക ഇഷ്ടം കേട്ടോ. അത് ഞാൻ വേറെ എന്ത് പഴവർഗ്ഗം പഴുത്താലും ഞാൻ നമ്മളെ ഉണ്ണിയേട്ടനെ ഞാൻ കൊടുക്കും. ഉണ്ണിയേട്ടന് ഈ ഫ്രൂട്ട്സ് വർഗ്ഗങ്ങളൊക്കെ ഇഷ്ടം, ഒക്കെ കൊണ്ടുതരും. എന്നിട്ട് ഞാൻ കഴിക്കില്ല, എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് നാരങ്ങ തോലയ്ക്കുമ്പോൾ എനിക്ക് ഇഷ്ടം നാരങ്ങ കാണുമ്പോഴേക്കും ഓളെ ഓർമ്മ വരും. അവള് നാരങ്ങ തിന്ന് തോലെടുത്ത് കഴിക്കൊക്കെ തിരിക്കുന്നതിനെ പറയും മേമന്റെ ശരീരത്തിന്റെ രഹസ്യം നാരങ്ങ തോല്. ഓളുള്ളപ്പോ പറയണേ. അങ്ങനെ ഉണ്ണിയേട്ടൻ നാരങ്ങയൊക്കെ പൊളിച്ചാൽ എനിക്ക് കൊണ്ടുതരും കേട്ടോ. പിന്നെ അവിടെ റേഷൻ കൂട്ടുണ്ട്, അതൊക്കെ ഞാൻ നിങ്ങൾ കഴിച്ചോളിയാറ്. എന്ത് പഴമാണെങ്കിൽ പഴവർഗ്ഗങ്ങൾ കൊണ്ടുവന്നാലും അവർ കഴിച്ചോളിയാറ്. ഇത് മുക്കാലൊരു ഞാൻ തിന്നു. എന്ത് അതിച്ചക്ക പഴുത്താ മതിയിൽ കേടാ മതിയില്ലേ? ഈ നാരങ്ങ തിന്നിട്ട് തോലെന്താ ചെയ്യാ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഓള് അങ്ങോട്ട് ന്യൂസ് പേപ്പറിന് വരുന്നു. എന്താ ചെയ്യ തോല് മാത്തൊക്കെ തീർക്കും. ഓളെ കൈകൾക്കൊക്കെ നല്ല എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് കേട്ടോ. അപ്പൊ ഓളെ സ്കിന്നിന്റെ രഹസ്യമാണ് നാരങ്ങത്തോല്. ഈ ബക്കറ്റ് താത്തിവിടെ ഞാൻ കുഞ്ഞു ബക്കറ്റില്. അപ്പൊ നമ്മൾ കടുക് ഇട്ടു. മക്കളെ അരക്കെട്ട് പപ്പടം കാച്ചാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അരക്കെട്ട് പപ്പടം കാച്ചാളെ വിളിച്ചെന്നുണ്ടായിരുന്നു. നിങ്ങളൊന്ന് പറഞ്ഞില്ലേ? ഇതിനാണ് പറഞ്ഞ അരക്കെട്ടുണ്ട്. പെരിയിലേക്ക് ഇരുന്നോട്ടല്ലേ. നമ്മളെ പെരിശും ഉപ്പിട്ടിട്ട് കുഴക്കാൻ പറഞ്ഞത്. അത് കൗണ്ടടിച്ച് കൊടുക്കണം. നമ്മളെ പരിപ്പും ചേനയും കറി വെച്ചിട്ട് നല്ല രസം കേട്ടോ. നമ്മളവിടെ ഉണ്ടായ ചേന ഒക്കെ നമ്മളിവിടെ കൃഷി ചെയ്യണത്. ആ വളം ഞാൻ വെട്ടിയിട്ടില്ല. ആ ഇതങ്ങോട്ട് ഇട്ടാളാൻ പോകുമ്പോ എനിക്ക് അന്ന് ഓർമ്മ ഞാൻ ആ മതിരുമ്പിൽ വെച്ച് ഞാൻ ഉണ്ണിക്കാൻ പറ്റും എടുക്കേന്നൊക്കെ പറഞ്ഞ് ചീത്ത അറിയുന്നു. ഇങ്ങനെ കാര്യമല്ല. ഒക്കെ വെന്തോളം തിന്ന് വേവത്തോടെ ഇട്ടാളുന്ന പനി എങ്ങനെയൊക്കെ വേണമെന്ന് പറയാം. അതിട്ട് ഇതിലേക്ക് ആവുന്നില്ല. ഇങ്ങനെ ആക്കാനുണ്ടല്ലോ. പറയാ ചേച്ചി ഇപ്പൊ പറഞ്ഞു ഞാൻ അവളോട് ചേച്ചി ഉരുളക്കിഴങ്ങ് പൊരിക്കണോന്ന് അപ്പോള് പറഞ്ഞത് അനിയത്തിനോട് പോയിട്ട് ചേന പൊരിച്ച്, ഉരുളക്കിഴങ്ങ് പൊരിച്ച്, വഴുതിനിങ്ങ പൊരിച്ച്, ഇതൊക്കെ പൊരിച്ച് കൊണ്ടാട്ടം ഇതൊക്കെ പൊരിച്ച് തിന്ന് മതിയായി. ഇതൊക്കെ മതിയായി. ഞാൻ ഉരുളക്കിഴങ്ങ് പൊരിക്കണ വെച്ചപ്പോൾ ഇതൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കും. അപ്പൊ ഞാൻ നടക്കി ഇതൊന്നും ഈ പറഞ്ഞു. വെറുതെ പണിയെടുക്കണ ഒരാളുണ്ടെങ്കിൽ നമ്മളാ ചെറിയ കുഞ്ഞിനകത്തോളെ അനിയത്തി ഓളെനിക്ക് ഭ്രാന്ത ബേബി. ഓളെ പണി കണ്ടിട്ട് പണി ഒരു കാലം എന്തോ ഒരു പണി നിന്ന് കഴിഞ്ഞോള് വേറെ എന്തെങ്കിലും കണ്ടെത്തു പണിക്ക്. അങ്ങനെ ഒരു പെണ്ണാണ്. വേറെ പണികളൊന്നല്ല, തിന്നണ പണികളാണ് പണിക്ക് കണ്ടെത്തുക. ഇനിയിപ്പോ ഇന്നലെ ബ്രെഡ് കൊണ്ടുവന്നുണ്ട്. അങ്ങനെ പറയാൻ വേണമെങ്കിൽ ചിക്കൻ കറി തിന്നോളി മുക്കി പൊരിക്കുക. അത് കോഴിമുട്ട കൂട്ടി ഞാൻ തിന്നൂലല്ലോ, അതിനെ കൊണ്ട് പൊരിച്ചിട്ടില്ല. അതാണ് ഒന്നും ആയിക്കോട്ടെ. സിമ്മിലിട്ടേക്ക് അതൊക്കെ പൊഴിഞ്ഞു കൊടുക്കും. അതിന്റെ ഈ അടുപ്പിലേക്ക് വെക്കാം. ഈ അടുപ്പ് നല്ല സമയം ഇൻസുലേഷൻ വെച്ച് ഒട്ടിച്ചാൽ ഇൻസുലേഷൻ അല്ല പശ ഇട്ടിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഓള അനിയത്തിന്റെ കഥ പറയണെങ്കിൽ എന്റെ ചേച്ചിയെ പറയാ വെളുക്കൂരി. 25 പാക്കറ്റ് പാലല്ല ഇപ്പൊ 10 ദിവസത്തിനുള്ളിൽ കുടിച്ചു തീർത്തത്. ചായ കാച്ചിട്ട് കാപ്പി കാച്ചിട്ടില്ല. ഒരു പാക്കറ്റ് പാലില് 2 ഗ്ലാസ് ചായ അവള് കാച്ചോ.
കുടിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് കുടിച്ചോളൂ, ഞാൻ ചൂടോട് വെച്ചിട്ടാ കുടിക്കാം. അവളെ വരുമാനം അങ്ങനെ വേണം കേട്ടോ, പാലില് പൊടിയിട്ടിട്ട്. അത് ഇമ്പളം വരക്കും അങ്ങനെ കൊടുക്കുക, നമ്മളങ്ങനെ കുടിക്കില്ലെങ്കിലും ഇപ്പത്തെ ചായക്ക് അങ്ങനെ തന്നെയാണ് കുടിക്കുക. പാലറിഞ്ഞ കുടിക്കുകയാണെന്നുണ്ടെ പാലില് മാത്രം വെള്ളം ഒഴിക്കാണ്ട് അങ്ങോട്ട് പാലില് ചായപ്പൊടി ചായ വേണം. ഇത്ര കുടിച്ചാൽ മതില്ല ആ ചായ, നല്ല സൂപ്പറായിരിക്കും. ഇതിനൊക്കെ പറഞ്ഞോണ്ട് ഒഴിവാക്കി പെരി ചീരക്കിന്നൊക്കെ പാത്രത്തിലേക്ക് ആക്കി. പെരി റെഡി പറഞ്ഞൊന്ന് കാണിച്ചു. പെരി ഇതാ റെഡി, പെരി റെഡി. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങള് 1 മണിക്കായാലും ഞങ്ങൾ ഭക്ഷണം കഴിക്കും. 1 മണിയായ ചോറ് കഴിക്കാൻ മതി, ഒരു കണ്ടുപടുത്ത്. അടുപ്പൊക്കെ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആക്കി വെക്കണം, എന്നെങ്കിലേ ഉള്ളൂ വീടിനൊരു വൃത്തി ഐശ്വര്യമൊക്കെ ഉണ്ടാവും. ഉണ്ടോ? ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അടുപ്പ് കഴിഞ്ഞോ എന്റെ നാത്തൂനും വല്ലാതെ ഓക്കെ, അതൊക്കെ ഒരു ഇതാണ്. എന്നാലും അത് ചെയ്യും, ചെയ്യാതെ നിൽക്കില്ല. ഏതൊക്കെയാ നമ്മളെ വീട്ടില് സങ്കടമായാലൊക്കെ അടി തൊട ഇങ്ങനെ ഇതൊക്കെ പിന്നെ തട്ടിത്തോടെയായിരുന്നു. ഞാൻ അതൊക്കെ തുടച്ചു കഴിഞ്ഞാല് പിറ്റേന്ന് ഇവളെ വകണ്ടാവും തട്ടിത്തോട. അപ്പൊ എനിക്ക് ദേഷ്യം പിടിക്കാം. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന തട്ടി തുടയ്ക്കാണ്ട് വെക്കും. ഇവള് വന്ന് തട്ടി തുടയ്ക്കും. അങ്ങനെ ആയി. പിന്നെ ഇവള് വരാതെ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തട്ടി എന്റെ നേരം വൈകി തട്ടി തുടക്കാൻ ഞാൻ തട്ടി തുടച്ചാല് അപ്പൊ ഒരാളേക്ക് തട്ടി തുടക്കല്ലേ. അപ്പൊ എന്നെ കാത്തുനിന്ന് ഇത്രയും ദിവസം അവരെ കയ്യക്ക് വേദന ഒക്കെ പ്രശ്നമില്ല, അതൊന്നും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാല് അവിടെ പോയി രണ്ടാമത് ക്ലീൻ ആക്കുമ്പോ രണ്ടാവില്ലേ അങ്ങനെ. അപ്പൊ നമ്മളെ ഇന്നിപ്പോ ഓളൊക്കെയാണ് ക്ലീനിങ്. അപ്പൊ നമ്മളെ വീഡിയോ നമ്മള് തെറ്റ പറയട്ടെ, ചോറൊക്കെ തിന്നാനായി. സമയത്ത് ഒന്ന് പോയി നോക്കി വരാം. സമയം 1 മണി ചേച്ചിയാ? 1 മണി ആയിട്ടുള്ളൂ. സമയം 1 മണി. എന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഫുഡ് കഴിക്കാൻ സമയമായി. എല്ലാരും ഫുഡ് കഴിക്കണം. ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ കയ്യിലിടും കേട്ടോ. അപ്പൊ നമ്മളെ പിന്നെ സ്വർണ്ണീച്ച് ഇന്ന് സുന്ദരിയായിട്ടാണ് അവിടുന്ന് വന്നതിനെ കൊണ്ട് അല്ലേ ഉണ്ടാവും ഒരു മാക്സി വിട്ടോള് വരും. പിന്നെ ടാറ്റ പറയട്ടെ. എല്ലാരും ഫുഡ് കഴിക്കണം. എല്ലാരും നമ്മളെ സ്വർണ്ണീച്ചിന്റെ നാടൻ പാട്ടുണ്ട്. എല്ലാരും ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ലൈക്ക് ഇട്ടോളൂ. പിന്നെ അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറയില്ല. നമ്മൾ ചോറ് കഴിക്കണ വീഡിയോ ഒക്കെ ഇടാന്ന് വിചാരിക്കണേ. ചോറ് കഴിക്കണ എന്ത് ഇടാന്ന് വെച്ചാ ചേച്ചി മിക്സി ക്ലീനിങ്ങിലാണ്. അതൊക്കെയാണ് ഉള്ളുതൊട, അതിന്റെ ഉള്ളുതൊട അതൊക്കെയാണ് ഓരോ സ്പെഷ്യൽ. അതാണ് ഞാൻ ചെയ്യൂലാണ് പറയുന്ന പണി. ഇനി അവര് ടാറ്റ പറയിച്ചേ. ബൈ ബൈ. ഫുഡൊക്കെ കഴിച്ചാൽ പറയല്ലോ. എല്ലാരും ഫുഡൊക്കെ കഴിക്കുക, ലൈക്ക് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ട ഒറ്റടി. പുതിയ അതിഥിയാണ്. പുതിയ അതിഥി ഒന്നുമില്ല, വീട്ടിലെ അതിഥി തന്നെയാണ്. വീട്ടില് പഠിപ്പൊക്കെ ചെയ്തേ ഈ ഉരുളങ്ങനെ നന്നാക്കുന്ന പൊടി ഉണ്ടല്ലോ അങ്ങനത്തെ സാധനം. അതെടുത്ത ഉരുളങ്ങനെ നന്നാക്കി അവിച്ച് തേങ്ങ ചെറിയ അത് കുറഞ്ഞിട്ട് നട്ടത് അവിച്ച്. ഇത് നമ്മൾ സ്വർണ്ണീച്ച് ഉണ്ടാക്കിയ ചൂലൊക്കത്. ഈ ചൂല് ഉണ്ടാക്കുന്ന പരിപാടി നിൽക്കില്ല. ചൂല് റെഡിമേഡ് വാങ്ങും. റെഡിമേഡ് സൗമ്യുണ്ട് പറയുന്നത്. ഇതൊക്കെ ഞാൻ വാങ്ങാം. ഇവർക്ക് ഇതൊന്നും പറ്റൂല. സൗമ്യ ചൂല് കൊണ്ടുവരാൻ മറന്നു പോയി. എന്റെ ചൂല് വെക്കുന്ന സ്ഥലം കണ്ടെങ്കിൽ ആരും കടല സെറ്റ്. പിന്നെ ഈ അടുക്കള അടിക്കുക ഈ ഈൽക്കറിന്റെ ചൂല നല്ല കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ അടുക്കള എപ്പോഴും വെള്ളമൊക്കെ ഉണ്ടാവില്ല. അപ്പൊ മറ്റേ ചൂല എപ്പോഴും നനയുക. അപ്പൊ ബായ്. നമ്മളെ അടുക്കളയൊക്കെ ക്ലീൻ ആക്കിട്ടോ. നിലൊന്നും നോക്കണ്ട, നിലൊക്കെ തുടച്ചിട്ടുണ്ട്. ഇതുവരെയാണ് നമ്മള് സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യേണ്ട. ആ സ്റ്റാൻഡ് പൊട്ടിയിട്ട് ഞാൻ ഇതൊക്കെ ഇട്ട് കെട്ടി കാണുന്നുണ്ടോ ഗൈസ്? ഓക്കെ. ഹലോ ഗൈസ്, നമ്മളെ എൻ്റെ ചെറിയ നാത്തൂൻ സ്വർണ്ണേച്ചി നേരെ വീട്ടിലേക്ക് പോയിച്ചിട്ടാണ്. വീട്ടിലേക്കൊന്ന് ടച്ചോളൂ. ഇവിടെ ടച്ച് ചെയ്യാണ്ട് പോലാ നോക്കാതെ. ചോറ് അവിടെ ഒരുപാട് വെച്ചിട്ടല്ലോ. അപ്പൊ ഈ ചോറ് വെള്ളമല്ല തിന്ന ഞാനാ തിന്നു. പക്ഷേ ഈ ചോറയ്ക്ക് വേണ്ടട്ടെ. പീടിയൽ അരിയല്ല ഇഷ്ടത്തിയാ? പീടിയൽ അരി ചേച്ചിക്ക് ഇഷ്ടമാണ്. എനിക്ക് ചോർത്ത അരി ഇഷ്ടം. അപ്പൊ നമ്മളെ കറി ഇതാ നമ്മളെ നാത്തൂൻ കൊടുത്തച്ച് ഇതാ കൊണ്ടാട്ടം 3 എണ്ണം. പിന്നെ എന്താ വെച്ചാ അച്ചാറ്. അപ്പൊ നമുക്ക് ചോറ് വെച്ചാലോ? ഈ ചോറ് പകുതി ഞാൻ കഴിക്കും. കറി വിളമ്പുന്നതിന്റെ മുന്നേ അവിടെ അമ്മായി തിന്നലൊടുങ്ങി. ഇതിന്റെ നാത്തും കൊണ്ട് കൊടുത്തച്ച മഞ്ഞക്കറി, ഞങ്ങൾ വെച്ച ചേനക്കറി. ഇന്നൊരു സംഭവം. ഇതാ ചേച്ചി ചോറ് തീരെ ഇല്ല കേട്ടോ എനിക്ക്. അത് കുഴപ്പമില്ല.
രുചി എന്നിട്ട് തടിച്ചിണ്ടല്ലോ. ചായ, ജ്യൂസ്, എന്ത് ഉറുമാമ്പഴത്തിന്റെ ജ്യൂസ്, പിന്നെ എന്തൊക്കെയാണ് എന്തേന് സ്ട്രോബെറി ജ്യൂസ്. എന്റെ ഡെക്സ് വേണമെങ്കിൽ കിടക്കണം. ഞങ്ങള് ചോരയായിട്ടാ അമ്മ തിന്നിട്ട് കുട്ടിക്ക് തരട്ടണ്ടി. ഈ ഇതിന്റെ അകത്ത് വെണ്ടക്ക അടക്കം മുറിച്ചിട്ടിരിക്കണ പെണ്ണ്. അപ്പൊ എന്റെ നാത്തൂന് വെണ്ടയ്ക്കും എന്തൊക്കെയോ ഇട്ടുണ്ട്. അപ്പൊ നമ്മളെ ചോറിന്റെ പിടി ഇവിടെ വെച്ചിട്ട് ഞാൻ വീഡിയോ ഒന്ന് സെറ്റ് ചെയ്യാന്. അപ്പൊ നമ്മള് ചോറ് കഴിക്കണം. അച്ചാറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇട്ടിട്ടുണ്ടോ നല്ല ഉപ്പുണ്ട്. നല്ല രസമുണ്ട് സുധീഷ്. അപ്പൊ നമ്മളെ ഊണൊന്നും നല്ല സൂപ്പറാണ്. നല്ല രസമൊക്കെ ഉണ്ട്. എന്റെ നാത്തൂന്റെ കറി ഉണ്ട്, നാത്തൂന്റെ ഉപ്പേരുണ്ട്, കൊണ്ടാട്ടമുളകുണ്ട്. ഇതോളം അമ്മായിമ്മ കാണിക്കുക തമിഴ്. ടാറ്റാ. ഞങ്ങളെ സീവാവയ്ക്ക് ഫുള്ള് പിടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ എന്റെ കുഞ്ഞിന് പിടിയെല്ലാം കൊടുത്ത് ഇങ്ങനെയൊക്കെ ആക്കി. ഇതാ ചോറിനാരെങ്കിൽ ചായ കുടിക്കുക. ഇതാ അവൻ ചോറിന് ചായ കുടിക്കുക. അയ്യോ ചേച്ചാ ബൈ ബൈ.